ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വീട്ടിൽ വെറുതെ ചൊറിയും കുത്തിയിരിക്കുന്ന സമയത്താണ് ഇനി എൻ്റെ ഭാര്യ ഉച്ചയ്ക്ക് കയറി വരുന്നത്. അങ്ങനെ അവളോട് കത്തിയൊക്കെ അടിച്ചിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ചായ കുടിക്കാൻ പോയാലൊക്കെ കണ്ട താമസമുള്ളൂ. ഓക്കെ പറഞ്ഞു ഗൈസ്. അങ്ങനെ ഉമ്മാനോട് എന്ത് പറഞ്ഞ് ഇറങ്ങുമെന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഐഡിയ ഉണ്ട്, എൻ്റെ ചുരിദാർ അടിക്കാൻ കൊടുക്കാനുണ്ട്, അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ടെന്ന് വ്യാജേന നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടാളും ഇറങ്ങുമ്പോണ്ട് ഉമ്മ ചോദിക്കുന്നത് നീ മാത്രം പോയാൽ പോരാ, അതിനെ നീ എന്തിനാ ഓളെ കൂട്ടുന്ന ഉമ്മ പിടിച്ചു. ഗായ്സ് ഉമ്മക്കറിയാം അമ്മ ചായ കുടിക്കാനാണ് പോകുന്നത്. അങ്ങനെ ഉമ്മാനോട് സത്യം തന്നെ പറഞ്ഞു നമ്മൾ അങ്ങനെ ഐഡിയൽ ബേക്സിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അവിടുത്തെ കടി കണ്ട് കണ്ണ് തള്ളി ഗായ്സ്, പലതരം കടികളുണ്ട് ഗായ്സ്. അങ്ങനെ ഞാനിപ്പുറത്ത് ഒരു ചെക്കൻ ഷവർമ ഇങ്ങനെ ആക്കുന്നുണ്ട്, ഓനത് ആക്കുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുന്നു ഗായ്സ്. അവൻ പണിയെടുക്കുന്ന കാണാൻ എന്താ രസം. ആ രസം ഓനക്കുണ്ടാവുമല്ലോ, ഓനക്ക് നല്ല ചൂടുണ്ടാവും. ഞാനതങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടിട്ടാണ് എന്താണെന്നറിയില്ല, അവിടെ ഒരു ഷവർമക്ക് ഓർഡർ ചെയ്തതാണ് സംഭവം. ഞാൻ അവനെ ആക്കുന്നത് നോക്കിയതാണ്, അല്ലാണ്ട് കൊതി പിടിച്ച് നോക്കിയതല്ല. അങ്ങനെ ഒരു ഷവർമയും 2 ചായയും കഴിച്ചു. ഓക്കെ ഗായ്സ്. അങ്ങനെ ഒരു ബർഗറും വാങ്ങി, പിന്നെ ഒരു ക്യാരറ്റ് ഓളിയും കഴിച്ചു. അങ്ങനെ അതൊക്കെ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് കുളിരിലേക്കാണ് ഗായ്സ്. ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു ചായൻ്റെ കടയാണ്. ഇവൻ എന്തിനാണ് ഈ ചൂടുള്ള കടിക്ക് കുളിരി എന്ന് പേരിട്ടെന്ന് എനിക്കറിയാതെ. ചൂടുള്ള ചായ ചൂടുള്ള കടി, അപ്പോൾ ചൂടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു കുളിരി എന്ന് ഇടണം. പക്ഷേ ഗായ്സ് കടികൾ കണ്ടിട്ട് തന്നെ നമുക്കൊരു കുളിരി തോന്നും. ഇത്രയും തരം കടി, പിന്നെ അതായിരിക്കും എന്തോ മാജിക് ബോക്സ്, കലമക്കായി, കലത്തപ്പം, കിണ്ണത്തപ്പം, അത് ഇത് ചക്കല്ല ഗായ്സ്, പഴംപൊരി, വട, ഉഴുന്നുവട, ഉള്ളിവട പോലെ അങ്ങനെ പല കടികളുണ്ട് ഗായ്സ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഫേമസ് കലമക്കായൊക്കെ കഴിച്ച് മെല്ലെ വീട്ടിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ വീട്ടിലേക്കും കുറച്ച് കടികളൊക്കെ വാങ്ങി. ഇല്ലെങ്കിൽ അവരെല്ലാം പിണങ്ങുമല്ലോ ഗൈസ്. വീട്ടിലെത്തിയപ്പോഴാണോ എൻ്റെ ബുള്ളറ്റ് കിടക്കുന്നത് കണ്ടത്. പാവം എൻ്റെ ബുള്ളറ്റ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ബുള്ളറ്റാണ് ഗൈസ്. അത് ഞാൻ വെറുതെ ഇങ്ങനെ സ്റ്റാർട്ടാക്കി നോക്കി, കാരണം അതിപ്പോൾ കുറച്ച് കാലമായി വീട്ടിൽ മഴ ആയതുകൊണ്ട് ഹസ്ബൻഡ് ഇപ്പോൾ ഇത് എടുക്കലില്ല. അങ്ങനെ സ്റ്റാർട്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട് വെറുതെ നോക്കിയതാണ്. അപ്പോൾ വെറുതെ വീഡിയോ ഒക്കെ എടുത്തു. സ്റ്റാർട്ടാവുന്നേ ഇല്ല ഗൈസ്, കിക്കർ അടിച്ച് സ്റ്റാർട്ടാക്കേണ്ടതാണ്, സെൽഫ് സ്റ്റാർട്ടില്ല. അങ്ങനെ പരിശ്രമങ്ങൾക്കൊടുക്കിൽ അതങ്ങനെ സ്റ്റാർട്ടായി. പിന്നെ അത് സ്റ്റാർട്ടാക്കി അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു റൊമാൻറ്റിഫിക്കേഷനാണ് ഗായ്സ്. ശരിക്കും മിഡിൽ ക്ലാസ് മാൻ്റെ എല്ലാം ഒരു സ്വപ്നമായിരുന്നല്ലേ ഇത്, ഈ ബുള്ളറ്റ്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സ്വപ്നമാണ് ഈ പാവം ബുള്ളറ്റ്. അതിലാണ് ഞാൻ കയറി ഇങ്ങനെ ഇറങ്ങി വീഡിയോ എടുക്കുന്നത്. കുഴപ്പമില്ല, ഞാനല്ലേ. അങ്ങനെ കുറച്ച് സ്റ്റാർട്ടാക്കി റേസിങ്ങൊക്കെ കൊടുത്ത് റൊമാൻറ്റിഫിക്കേഷനൊക്കെ വന്ന് ബുള്ളറ്റ് അങ്ങനെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ രാത്രി ഒന്ന് പുറത്തു പോകാനുണ്ടായിരുന്നു ഫാമിലീൻ്റെ കൂടെ. വേറൊന്നുമല്ല, ഒന്ന് ഫുഡൊക്കെ കഴിക്കണം, വെറുതെ ഒന്ന് കറങ്ങി വൈബാക്കണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് രാത്രി ഫാമിലിയൊക്കെ ആയിട്ട് പുറത്തു പോയി. അനിയന്മാരപ്പുറം പുറത്ത് പോയിക്കഴിഞ്ഞാൽ കുറേ ട്രോളും കാര്യങ്ങളൊക്കെയാണ്. നമ്മളൊക്കെ ചെയ്യില്ല ഗായ്സ്. അവരൊന്ന് പറയും, ഞാൻ 2 പറയും, പിന്നെ അവർ 10 പറയും, പിന്നെ ഞാൻ അനങ്ങാണ്ടാവും. അങ്ങനെയൊക്കെയാണ് എല്ലാ ഫാമിലി, അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ വീഡിയോ അയച്ചു കൊടുക്കണം, അവരും കാണട്ടെ. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ, സീ യു.